ഭേദമില്ലാതെ രാഷ്ട്രീയതൊന്നുമില്ലാതെ എല്ലാവരും ഒരുമിച്ച് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഒരുമിച്ച് വയനാടിന്റെ കണ്ണീരൊപ്പാനെമ്പാടും വയനാടിനെ ഇതേപോലെ തന്നെ മറ്റെല്ലാ സംഘടനകളും എന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി വയനാടിനെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ടുള്ള ഒരു സഹായം എന്നുള്ള നിലയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അങ്കമാലി മേഖലാ കമ്മിറ്റിയും ഇന്നിവിടെ സാധാരണക്കാരായിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വഴിയോര കച്ചവടക്കാർ എന്ന് പറയുമ്പോൾ അന്നന്നത്തെ അവരവർക്ക് അന്നത്തിന് വേണ്ടിയിട്ട് ഒരു ദിവസം പണിയെടുത്ത് കുടുംബം പുലർത്തുന്ന ആൾക്കാരാണ്. സോ ഇന്നത്തെ ഒരു ദിവസത്തെ വരുമാനം വയനാടിന് വേണ്ടിയിട്ട് സമർപ്പിക്കുക എന്നുള്ള ഒരു പ്രോഗ്രാമിലേക്ക് ഇറങ്ങണമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഇന്ന് ഇങ്ങനെ ഒരു പരിപാടി മെഗാ തട്ടുകട നമ്മളിന്നിവിടെ തുടങ്ങിയിരിക്കുകയാണ്. പരിപാടി നിൽക്കുന്നത് ശ്രീമതി രേഖ, ശ്രീജു, ശ്രീജു പി എം, ജില്ലാ റിസോഴ്സ് പേഴ്സൺ ശ്രീ ശശി, CPIയുടെ ലോക്കൽ സെക്രട്ടറി ശ്രീ OG കിഷോർ, PGയിലെ സന്നിധരായിട്ടുള്ള ഇത്രയുമുള്ള പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, മാധ്യമ പ്രവർത്തകരെ, പട്ടികയുടെ തൊഴിലാളികളെ, അങ്കമാലി മേഖല തട്ടുകട തൊഴിലാളി ഫെഡറേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ ഒരു മെഗാ തട്ടുകട പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഇത് ഇന്നൊരു ദിവസത്തേക്ക് ആയി പ്രത്യേകം സംഘടിപ്പിച്ചിട്ടുള്ളതാണ്. നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഏറെ ദുരിതമനുഭവിച്ച ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വയനാട്ടിലെ ദുരന്തത്തിൽ അടിപ്പെട്ട നമ്മുടെ സഹോദരങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി അവരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രവർത്തനം, ഈ തട്ടുകട എന്നുള്ള പ്രവർത്തനം ആരംഭിക്കുന്നത്. നമ്മളെല്ലാവരും ഇതുമായി സഹകരിച്ചുകൊണ്ട് നമ്മളാലാവുന്ന എല്ലാ സഹായവും ചെയ്യണം എന്ന് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോൾ മുതൽ നമ്മുടെ നാട്ടിലെല്ലാവരും, കേരളക്കരയിൽ നിന്ന് മാത്രമല്ല മലയാളികൾ എവിടെയുണ്ടോ അവിടെ നിന്നെല്ലാം സഹായങ്ങൾ ഒഴുകി എത്തുകയാണ്. മലയാളികളുടെ ഐക്യവും കൂട്ടായ്മയും ഒരിക്കൽ കൂടി വിളിച്ചറിയിക്കുന്ന പ്രവർത്തനങ്ങളാണ് രാജ്യത്തൊട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പാവപ്പെട്ട തട്ടുകട തൊഴിലാളികൾ, നമുക്കറിയാം, ഓരോ ദിവസത്തെ ജീവിതവും തള്ളി നിൽക്കുന്നതിന് വേണ്ടി വളരെ കഷ്ടപ്പെടുന്നവരാണ് നമ്മുടെ തട്ടുകട തൊഴിലാളികൾ. അവരുടെ ഇന്നത്തെ പ്രവർത്തനം വയനാട് ദുരന്തത്തിൽ രക്തസാക്ഷികളായ അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി മാറ്റിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇന്ന് ഈ മെഗാ തട്ടുകട ഇവിടെ പ്രവർത്തിച്ചുകൊണ്ട്, ഇന്നൊരു ദിവസത്തേക്ക് പ്രവർത്തിച്ചുകൊണ്ട് ഈ ഒരു ദിവസത്തെ വരുമാനം മുഴുവൻ നമ്മുടെ വയനാട് ദുരന്തത്തിന് സഹായ നിധിയിലേക്ക് കൊടുക്കുവാൻ തീരുമാനിച്ച തട്ടുകട തൊഴിലാളി ഫെഡറേഷനിലെ മുഴുവൻ അംഗങ്ങളെയും അങ്കമാലി നഗരസഭയ്ക്ക് വേണ്ടി ഞാൻ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്, അവരെ അഭിനന്ദിക്കുകയാണ്. അവർക്ക് നേതൃത്വം കൊടുക്കുന്ന അസോസിയേഷൻ്റെ ഭാരവാഹികളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. നമ്മളെല്ലാവരും ഇതുമായി സഹകരിക്കണം. ഇതിന് പരമാവധി പ്രചരണം കൊടുത്ത് കൂടുതൽ ആളുകളെ ഇത്തരം ഉദ്യമങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ നമ്മുടെ മാധ്യമപ്രവർത്തകർ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മെഗാ തട്ടുകടയുടെ ഉദ്ഘാടനം നിങ്ങളെല്ലാവരെയും അനുഭവത്തോടുകൂടി നിർവഹിച്ച് അറിയിക്കുന്നു. നമസ്കാരം. മർച്ചന്റ് അസോസിയേഷൻ്റെ സെക്രട്ടറി ബഹുമാന്യനായ ബിജു ഇവിടെയുണ്ട്. അദ്ദേഹത്തിന് ആശംസകൾ അർപ്പിക്കുന്നതിനായിട്ട് ക്ഷണിച്ചു. യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ പ്രവീൺ, ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ ശ്രീ മാത്യു ചേട്ടൻ, പ്രിയപ്പെട്ട വേദിയിൽ ശ്രമിച്ചിട്ടുള്ള പ്രിയ നേതാക്കളെ, ഇന്നത്തെ താരങ്ങളായി ഒരു ദിവസം സേവനത്തിനായി മാറ്റിവെച്ച തട്ടുകട തൊഴിലാളികളെ, എല്ലാവർക്കും നമസ്കാരം. നേരത്തെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ കേരളം ഇതേവരെ കാണാത്ത രീതിയിൽ സമാനതകളില്ലാത്ത ഒരു ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചത്. മലയാളികളെല്ലാവരും ഈ ദുരന്തത്തിനിരയായവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരെ പുനർജീവിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ രീതിയിലുമുള്ള സഹായങ്ങളുമായി രാജ്യത്താകമാനം അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ മലയാളികളും, അതുപോലെ നമ്മുടെ സമീപത്തുള്ള സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ അതിനുവേണ്ടി പരിശ്രമിക്കുകയാണ്. ഏറ്റവുമായി ലളിതമായ വരുമാനമാർഗമുള്ള, ഏറ്റവും ചുരുങ്ങിയ വരുമാനമാർഗമുള്ള, ഏറെ കഷ്ടപ്പെടുന്ന തട്ടുകട നടത്തുന്ന നമ്മുടെ പ്രിയ സഹോദരങ്ങൾ
അവരുടെ ഒരു ദിവസത്തെ വരുമാനം മുഴുവനും ഈ സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ ദുരവസ്ഥയ്ക്ക് പാത്രമായവരെ കൈപിടിച്ച് ഉയർത്തുവാൻ വേണ്ടി ഇന്ന് സംഭാവനയായി നൽകുകയാണ്. ആ മഹത്തായ ശ്രമത്തിന് എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നു. നിങ്ങളുടെ മനസ്സിനെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ അഭിപ്രായം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. 400-ൽ പരം ആളുകളാണ് മരണപ്പെട്ടത്. നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു ദുരന്തം ഇതിക്ക് മുമ്പിൽ ഉണ്ടായിട്ടില്ല. ഉരുൾപൊട്ടൽ സാധാരണയായി പല സ്ഥലത്തും നടക്കാറുണ്ട്, മലയോര പ്രദേശങ്ങളിൽ നടക്കാറുണ്ട്. എങ്കിലും ഇത്ര ഭീകരമായ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടില്ല. അവിടെ നഷ്ടപ്പെട്ടത് 500-ഓളം വീടുകളാണ്. ഒറ്റ രാത്രി കൊണ്ട് തുടച്ചു നീക്കപ്പെട്ട ആ ഗ്രാമത്തിലെ ജനങ്ങളും അവരുടെ വീടുകളും അതിലുപരി അവരുടെ സ്വപ്നങ്ങളും എല്ലാം തകർന്നടിഞ്ഞു. നമുക്ക് ആ ജനതയെ സഹായിക്കുവാൻ കേരളത്തിലല്ലാതെ ഇങ്ങനെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് ഇറങ്ങുന്ന ഒരു രീതി നമ്മുടെ മറ്റു സ്റ്റേറ്റുകളിൽ നമ്മൾ കാണില്ല. എല്ലാവരും ഒത്തൊരുമിച്ച് ആ അപകടത്തെ, ആ ഭീകരതയെ നേരിട്ടപ്പോൾ അവിടെയുള്ള ജനങ്ങളെ ആശ്വസിപ്പിക്കുവാനും അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരുവാനും ആശ്വസിപ്പിക്കുവാനും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, കൊടി നിറങ്ങളില്ലാതെ, മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഓടിക്കൂടി. അതേപോലെ തന്നെ പട്ടാളവും നേവിയും മറ്റ് സന്നദ്ധ സംഘടനകളും DYFയും AYFയും അതേപോലുള്ള എല്ലാ യുവജന സംഘടനകളും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായി നമുക്ക് കുറേയേറെ അവരുടെ വിഷമതകൾ മാറ്റാൻ സാധിച്ചു തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പം ഇവിടെ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. ഇവിടെ ഇന്ന് പിരിയുന്ന ഇവിടെ വന്നിരിക്കുന്ന ചെയർമാനും മർച്ചന്റ് അസോസിയേഷൻ്റെ സെക്രട്ടറിയും എല്ലാ ജനങ്ങൾക്കും ഞാൻ എൻ്റെ ആശംസ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വയനാട് ചൂരൽമലയിലുണ്ടായിട്ടുള്ള സമാനതകളില്ലാത്ത പ്രകൃതിക്ഷോഭത്തെ തുടർന്ന് എത്ര പേർ മരണപ്പെട്ടു എന്ന് പോലും എണ്ണം നിജപ്പെടുത്താൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. 100-ൽ പരം ആളുകളെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നാശനഷ്ടങ്ങൾ 2000 കോടി രൂപ കഴിയും എന്നാണ് സംസ്ഥാന ഗവൺമെന്റ് അനൗദ്യോഗികമായി പറഞ്ഞിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെന്റ് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള സഹായം ലഭിച്ചാൽ മാത്രമാണ് നമുക്കിപ്പോൾ നിലനിൽക്കാൻ കഴിയുള്ളൂ. എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 2 ആഴ്ച കൊണ്ട് തന്നെ 110 കോടിയിൽ പരം രൂപയാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ എല്ലാ വിഭാഗം ജനങ്ങളും ഈ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായഹസ്തവുമായി വരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ അങ്കമാലിയിൽ AITUCയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ സംരംഭം എന്തുകൊണ്ടും മാതൃകാപരമാണ്. ആശയപരമായി നഗരസഭാ ചെയർമാനോട് വലിയ വിരോധവും വിദ്വേഷവും ഞങ്ങൾക്കുണ്ടെങ്കിൽ പോലും ഈ കാര്യത്തിൽ നഗരസഭാ ചെയർമാനെ ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചത് എന്തുകൊണ്ടും മാതൃക തന്നെയാണ്. കാരണം സംസ്ഥാന ഗവൺമെന്റ് മന്ത്രിസഭ ക്യാബിനറ്റ് യോഗം ചേർന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇങ്ങനെ ഫണ്ട് നൽകണമെന്ന് ആഹ്വാനം ചെയ്യുന്നതിന് മുന്നേ അങ്കമാലി നഗരസഭാ കൗൺസിൽ യോഗം ചേർന്ന് ഐക്യകണ്ഠേന 10 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ നമ്മുടെ നഗരസഭ തീരുമാനിച്ചു. അതിൽ ഇവിടെ ഇപ്പോൾ നഗരസഭാ ഭരണം നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്, സംസ്ഥാനത്തെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് CPM ആണ്. പക്ഷെ അതിൽ കക്ഷി രാഷ്ട്രീയമൊന്നും കടന്നുകൂടാതെ ബഹുമാന്യായ ചെയർമാന്റെ നേതൃത്വത്തിലുള്ള നഗരസഭ ഈ കാര്യത്തിൽ എടുത്ത തീരുമാനം വളരെ പ്രശംസനീയവും അഭിനന്ദനാർഹവുമാണ്. അത് കേരളമാകെ ചർച്ച ചെയ്യപ്പെട്ടു കഴിഞ്ഞു. അങ്കമാലി നഗരസഭാ സെക്രട്ടറി ഒരു ദിവസം പറയുകയുണ്ടായി, ഈ തീരുമാനം വന്ന ഉടൻ തന്നെ ഞാനത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ആ ഫേസ്ബുക്ക് പോസ്റ്റ് നഗരസഭാ കൗൺസിലർമാരുടെ ഗ്രൂപ്പിലും വന്നു. അത് സെക്രട്ടറി മറ്റു പല നഗരസഭാ കൗൺസിൽ സെക്രട്ടറിമാർക്ക് അയച്ചു കൊടുത്തു. അത് കേരളമാകെ കൂടി എന്നുള്ളതാണ് ഒരു ദിവസം സെക്രട്ടറി എന്നോട് പറഞ്ഞു. അപ്പോൾ ഈ കാര്യത്തിൽ നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഒരു ദുരിതം വന്നു കഴിഞ്ഞാൽ, ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ അതിനകത്ത് കക്ഷിയില്ല, രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല, എല്ലാവരും ഒറ്റക്കെട്ടാണ്. അത് 2018 മഹാപ്രളയത്തിൽ നമ്മൾ കണ്ടു. പിന്നീട് വന്ന പ്രകൃതിക്ഷോഭത്തിൽ നാം കണ്ടു.
ഓഖിയിലും നിപ്പയിലും എല്ലാം നാം കണ്ടതാണ്. അത് തന്നെയാണ് ഈ വയനാട് ദുരന്തത്തിലും നാം ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. അവർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോ മൃതശരീരങ്ങൾ തിരഞ്ഞുകൊണ്ട് ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും എഐവൈഎഫും ഉൾപ്പെടെയുള്ള സംഘടനകളോട് നടത്തിയാണ്. കഴിഞ്ഞ ദിവസം ടിവിയിൽ വാർത്ത കണ്ടപ്പോ മിക്കവാറും ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ശക്തിയായി വിമർശിക്കുന്ന സ്മൃതി പരുത്തിക്കാട് ഉൾപ്പെടെയുള്ളവര് അവർ ഡിവൈഎഫ്ഐ നടത്തിയ പ്രവർത്തനത്തെ സംബന്ധിച്ച് പറയുകയാണ്. അപ്പൊ യൂത്ത് കോൺഗ്രസിനും എഐവൈഎഫിനും യുവമോർച്ച ഉൾപ്പെടെയുള്ളവർക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഡിവൈഎഫ്ഐ മാതൃകയായി പ്രവർത്തിക്കുന്നു, മറ്റുള്ളവരെ ആരെയും കുറച്ചല്ല കണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞത് അവിടെ രാഷ്ട്രീയമില്ല. ആ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ കൊടിവെട്ടാൻ വേണ്ടി ആരും അവിടെ പോയിട്ടില്ല. അവിടെ മനുഷ്യ മനസ്സ് ഈ മരണപ്പെട്ടവരും അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കുന്നവരെല്ലാം സഹജീവികളാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് നാം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇവിടെ ഈ ഫണ്ട് ശേഖരണത്തിന്റെ ഭാഗമായി AITUC സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടി, ഇതിനകത്ത് AITUCക്ക് അവരുടെ നിലപാടുകളുണ്ട്. പക്ഷെ ഇവിടെ എല്ലാവരും ഉണ്ട്. ഇപ്പൊ KTDC ഡയറക്ടറായിട്ടുള്ള ബെന്നിച്ചേട്ടൻ ഉൾപ്പെടെ ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചത് മാതൃകപരമാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന AITUCയുടെ പ്രിയപ്പെട്ട സഖാക്കളെ പ്രത്യേകം അഭിവാദ്യം ചെയ്തുകൊണ്ട് വാർത്തയെടുക്കുന്നു. വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കേരളത്തിലെ ജനത ഇക്കാലവും കഷ്ടത അനുഭവിക്കുന്ന ആളുകളോട് ഒപ്പം നിന്ന് അവർക്ക് ഏത് വിധത്തിലെല്ലാം കൈത്താങ്ങായി അവരെ സഹായിക്കാനായിട്ട് പറ്റുമോ അതിന് ഒറ്റക്കെട്ടായി ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി നിന്ന് പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് നാളിതുവരെ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഭാഗമെന്നോണമായി തന്നെയാണ് കഴിഞ്ഞ ദിവസം വയനാടിലുണ്ടായ ദുരന്തത്തിലും നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളത്, അവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന് എല്ലാ മലയാളികളും ലോകത്തിൻ്റെ ഏത് ദിക്കിലും മൂലയിലായിരുന്നാൽ പോലും അവരെല്ലാവരും ഒരേപോലെ ഒരു മനസ്സോടുകൂടി ആ നാടിനൊപ്പം നിൽക്കുന്നു എന്നതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓരോ സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അങ്കമാലിയിലെ AITUCയുടെ നേതൃത്വത്തിൽ ഇതുപോലെയുള്ള ഒരു ജനകീയ ഭക്ഷണശാല തുറന്ന് പ്രവർത്തിച്ചുകൊണ്ട് അതിൽ നിന്ന് ലഭ്യമാകുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുകയും അങ്ങനെ തന്നാലാവുന്ന വിധത്തിലുള്ള ഒരു സഹായ സഹകരണം കഷ്ടത അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് ചെയ്യുവാനായിട്ടുള്ള വലിയ മനസ്സ് നമുക്കെല്ലാവർക്കുമുണ്ട്. അത് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന CPI അങ്കമാലി മണ്ഡലം കമ്മിറ്റിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. പരിപാടി ഏറ്റവും നന്നായി വിജയപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ആ പ്രതിസന്ധിക്കകത്ത് കേരളമൊന്നാകെ അതിനെ തരണം ചെയ്യാനുണ്ടാകും എന്ന പ്രഖ്യാപനമാണ് ഇപ്പോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഈ നാട് നേരിട്ട എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും നാം കേരളത്തിൽ കണ്ടതാണ്. ജാതിക്കതീതമായി, മതത്തിനതീതമായി, എല്ലാവിധ വിവേചനത്തിന് അതീതമായി ഒരു നാട് നേരിടുന്ന പ്രതിസന്ധിയെ ഒന്നിച്ചു നിന്നുകൊണ്ട് അതിനെ നാടിനെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇച്ഛാശക്തി എല്ലാ കാലവും കേരളം കാണിച്ചിട്ടുണ്ട്. വയനാട് ഇത്ര വലിയ അപകടമുണ്ടായപ്പോഴും അതിനെ തരണം ചെയ്തത് ഈ നാടിന്റെ ഈ ഐക്യ മനസ്സാണ്. ആ മനസ്സാണ് ഇന്നിവിടെ AITUCയുടെ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഈ ജനകീയ തട്ടുകടയിലൂടെ നാടിനെ കാണിച്ചു കൊടുക്കുന്നത്. ഈ പ്രവർത്തനം നേതൃത്വം കൊടുത്ത എല്ലാവരെയും അഭിനന്ദിക്കുന്നതൊപ്പം തന്നെ ഇതുമായി മുന്നോട്ട് പോകുമ്പോൾ രാഷ്ട്രീയതീതമായി എല്ലാ സംഘടനകളും, ഇപ്പൊ DYFI ആയിക്കോട്ടെ, യൂത്ത് കോൺഗ്രസ് ആയിക്കോട്ടെ, ആ നിലയിൽ ഏർപ്പെടുന്ന എല്ലാ സംഘടന നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും നിങ്ങൾ എല്ലാവരുടെയും പിന്തുണയുണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രവർത്തനത്തിന് എല്ലാവിധ അഭിവാദ്യവും CPIന്റെ പേരിലും DYFIയുടെ പേരിലും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രിയമുള്ളവരെ അഭിവാദ്യങ്ങൾ. യോഗത്തിന്റെ അധ്യക്ഷൻ സഖാവ് പ്രവീൺ, ഇന്നത്തെ ഈ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത അങ്കമാലി നഗരസഭയുടെ ആരാധ്യനായ ചെയർമാൻ മാത്യു തോമസ് അടക്കം വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ള സഖാക്കളെ, പ്രിയ സുഹൃത്തുക്കളെ, നമുക്കറിയാം കഴിഞ്ഞ 20 ദിവസങ്ങൾക്ക് മുന്നേ വയനാടിലുണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ എല്ലാം മറന്നുകൊണ്ട് നമ്മളെല്ലാവരും ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി നിന്നുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും അതുപോലെ തന്നെ വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ വയനാടിനൊരു കൈത്താങ് എന്ന രീതിയിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. ആയതിന്റെ ഭാഗമായിട്ട് യുവജന സംഘടനകൾ വിവിധങ്ങളായ ചലഞ്ചുകൾ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്.
അതിനോടനുബന്ധിച്ച് A2C വഴിയോര കച്ചവടക്കാരുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു തട്ടുകട സംഘടിപ്പിക്കാൻ എടുത്ത ഇതിന്റെ നേതൃത്വത്തെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇതിന് മുൻകൈ എടുത്ത മണ്ഡലം സെക്രട്ടറി അടക്കമുള്ള പാർട്ടിയുടെ പ്രവർത്തകരെ എല്ലാവരെയും ഒറ്റവാക്കിൽ അഭിനന്ദിച്ചുകൊണ്ട് ഈ പ്രവർത്തനത്തിന് മുൻകൈ എടുത്ത തട്ടുകട തൊഴിലാളികളെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രിയ സഖാക്കളെ, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു നൂതനമായിട്ടുള്ള അങ്കമാലിയെ സംബന്ധിച്ചിടത്തോളം ഒരു സംരംഭമാണ് വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ അങ്കമാലി മണ്ഡലം കമ്മിറ്റി ഏറ്റെടുത്തിട്ടുള്ളത്. ഇങ്ങനെ വരും എന്നതിനെ സംബന്ധിച്ച് ഒരു ആങ്സൈറ്റി ഇല്ലായില്ല എങ്കിലും ഇതിന് വലിയൊരു നൂതന സംരംഭം എന്ന നിലയ്ക്ക് ഈ പരിപാടിയോടൊപ്പം സഹകരിച്ച എല്ലാവരെയും ഈ പരിപാടിക്ക് നേതൃത്വം നൽകിയ അവൻ്റെ ബഹുജന സംഘടനകളൊക്കെ നന്ദി രേഖപ്പെടുത്തുകയാണ്. കൂടാതെ ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനം ഈ കച്ചവടത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് നടന്ന ഉദ്ഘാടന സെക്ഷനിലെ സ്വാഗതം പറഞ്ഞ MS ചന്ദ്രബോസ്, അധ്യക്ഷൻ സഖാവ് G പ്രവീൺ, ഇതിന് മറ്റ് ഉദ്ഘാടനം നിർവഹിച്ച ഏറ്റവും കൃത്യസമയത്ത് എത്തിച്ചേർന്ന അങ്കമാലി മുനിസിപ്പൽ ചെയർമാൻ മാത്യു തോമസ് അവറുകൾ, അഭിവാദ്യം ചെയ്ത മറ്റ് ഇതര പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ, മറ്റ് സാമൂഹിക സന്നദ്ധ പ്രവർത്തകർ, ഇതിനോട് സഹകരിച്ച പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ കൊടുക്കുന്നു. Gracias.